ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതിനകത്ത് നേരിട്ട് പങ്കെടുത്തവരെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഗൂഢാലോചന തെളിഞ്ഞിട്ടില്ല. അതിജീവിത ഇപ്പോഴും പറയുന്നു ഗൂഢാലോചനയുണ്ട്. കേരള സമൂഹത്തിനും അക്കാര്യത്തിൽ അവരുടെ ഒരു മനസാക്ഷിയിലൊരു തോന്നലുണ്ട്. കാരണം ഇതുപോലൊരു കൊട്ടേഷൻ ഒക്കെ കൊടുത്ത് ഒരു വലിയ ക്രിമിനൽ സംഭവം നടന്നിരിക്കുന്നു. കൊട്ടേഷനാണെന്ന് അതിജീവിത പറയുന്നു. അപ്പോൾ ആ ഗൂഢാലോചന തെളിയണം. ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള ഗൂഢാലോചനയാണെങ്കിൽ അത് വെളിയിൽ കൊണ്ടുവരാൻ നമ്മുടെ സർക്കാരിനും പോലീസിനും കോടതിക്ക് പോലും അതിനകത്ത് കടമയുണ്ട്. കാരണം നമ്മളൊക്കെ പറയുന്നത് നമ്മൾ സ്ത്രീപക്ഷ നിലപാടുള്ളവരാണെന്നാണ്. അപ്പോൾ ആ നിലപാടുള്ളവർ വേറെ എന്താണ് ഇതിനകത്ത് സംഭവിച്ചത്? ഏതായാലും 2-3 ഡ്രൈവർമാർ കൂടിച്ചേർന്ന് അങ്ങനെ ഇതുപോലൊരു ആക്ട്രസിനെ വളഞ്ഞിട്ട് ആക്രമിച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകാമെന്നൊക്കെ കേട്ടിട്ടില്ല. ഇന്ത്യയിൽ പോലും ലോകത്ത് പോലും ഇല്ലാത്തൊരു സംഭവമായിരുന്നു അത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ മനസാക്ഷി അതിജീവിതയുടെ കൂടാണ്. അപ്പോൾ ഇതിൻ്റെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ സർക്കാർ തെളിയിക്കട്ടെ. കോടതി തെളിയിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോട്ടെ. അതിനെപ്പറ്റി നമുക്കൊന്നും അറിയില്ലല്ലോ. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞാനൊക്കെ അതിജീവിതയ്ക്കൊപ്പം നിന്നതാണ്. ദിലീപിനോട് പറഞ്ഞത് ദിലീപിന്റെ സത്യം തെളിയിക്കൂ, നിയമത്തിന്റെ മുന്നിൽ സത്യം തെളിയിക്കൂ. അയാളത് തെളിയിച്ചു. അട്ടിമറി നടന്നു എന്ന് പറയുമ്പോൾ ഈ കോടതിയെ പറ്റിയൊക്കെ ഒത്തിരി ഇതുവരെ നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ എന്താ പറയുക, നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് അതിജീവിത തന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അക്കാര്യത്തിൽ കോടതികളുണ്ടല്ലോ വേറെയും, അവർ തീരുമാനിക്കട്ടെ. ഒത്തിരി ആരോപണം വന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ഈ കോടതിയിൽ നിന്നൊരു മേൽക്കോടതി പറഞ്ഞാൽ കുറച്ചുകൂടെ വിശ്വാസ്യത ഉണ്ടാകും എന്നുള്ളതിൽ അതൊരു സത്യമാണ്. കാരണം അത്രമാത്രം ആരോപണം നമ്മൾ കേൾക്കാത്ത രീതിയിൽ കോടതിയെ പറ്റി സത്യമാണെന്നും നമുക്കറിയില്ല, കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വരട്ടെ. ഒരു മേൽക്കോടതി കുറച്ചുകൂടെ വിശ്വാസ്യതയാകും. അക്കാര്യം അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. ദിലീപിനെ കുറ്റവിമുക്തമാക്കിയത് പൂർണ്ണമായിട്ടും സമൂഹത്തിന് ഒരു കൺവിൻസിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് അതിലെന്തോ ഇപ്പോഴും ഒരു ദുരൂഹതയുണ്ടെന്നോ പണത്തിന്റെ സ്വാധീനമൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ദിലീപ് കുറ്റവിമുക്ത അല്ല, നമ്മൾ നിയമത്തെ ആദരിക്കുന്ന, നീതി സംവിധാനത്തെ ആദരിക്കുന്ന സമൂഹമാണ്. അവിടെ ഒരു കോടതി പറഞ്ഞിരിക്കുന്നു ഇയാൾ കുറ്റവിമുക്തനാണ്. നമ്മളത് ആദരിച്ചേ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണമല്ലോ. അത് തെളിയിക്കാനായിട്ട് ബാധ്യതയുണ്ടല്ലോ. സർക്കാർ എന്താണ് പറഞ്ഞത്, പോലീസ് എന്താണ് പറഞ്ഞത്? ഇതൊരു വലിയ കൊട്ടേഷനായിരുന്നു എന്ന് ശക്തിയുക്തം പറഞ്ഞവരാണ്. അവർക്ക് തെളിയിക്കാൻ ബാധ്യതയുണ്ട്. അപ്പം അത് ഉണ്ടെന്നല്ലാതെ പിന്നെ കാശിന്റെയും എന്താ പറയുക അവരുടെ പിടിപാടൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അക്കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ അത്തരം കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇതും അതുമായിട്ടൊന്നും ഞാൻ കൂട്ടിക്കുഴയ്ക്കുന്നില്ല. ഈ സുപ്രീം കോടതി ജഡ്ജിമാരുടെ വീട്ടിൽ നിന്ന് പോലും കെട്ടുകണക്കിന് നോട്ടെടുത്തിട്ട് അതിന്റെ ഇംപീച്ച്മെന്റ് പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തെ പറ്റിയൊന്നും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സിനിമാ സംഘടനകൾ അന്ന് അദ്ദേഹത്തെ പുറത്താക്കിയെങ്കിൽ ഇന്ന് നിയമപരമായിട്ട് അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നതിനൊന്നും നിയമപരമായിട്ട് കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ എനിക്ക് തോന്നിയത് ഇന്നലെ വിധി വന്നിട്ട് അതിന്റെ ജഡ്ജ്മെന്റ് പോലും വരുന്നതിന് മുമ്പ് ഒരു ആവേശം സിനിമാ സംഘടനാ നേതാക്കന്മാർ കാണിക്കുന്നത് ഈ സംഘടനാ നേതാക്കന്മാരുടെ ഉള്ളിലിരിപ്പ് സ്ത്രീപക്ഷമാണോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അവർക്കൊരു നിഷ്പക്ഷതയാണോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാകും. അതിനുള്ള ടൈമുണ്ടല്ലോ. ഒരു അമിതാവേശം അക്കാര്യത്തിൽ കാണിക്കേണ്ട കാര്യമില്ല. ദിലീപിനെ വെറുതെ വിട്ടെങ്കിൽ അവർക്ക് തിരിച്ചെടുക്കാം. പക്ഷേ അത് ജഡ്ജ്മെന്റ് പോലും വരുന്നതിന് മുമ്പ് അങ്ങനെ കയറി പറയേണ്ടിയിരുന്നോന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടം. ഇനി അങ്ങനെ പവർ ഗ്രൂപ്പൊന്നും ഇവിടെ ഉണ്ടാകത്തൊന്നുമില്ല. അതിനുള്ള ചങ്കൂറ്റൊന്നുമുള്ളവനാരുമില്ല. പവർ ഗ്രൂപ്പൊക്കെ അത് ജനത്തിന്റെ മുന്നിൽ അത് നമ്മൾ ഓപ്പൺ ചെയ്യപ്പെട്ടു. അത്തരം പവർ ഗ്രൂപ്പുകളൊക്കെ ഇന്ന് കൈകാലിട്ടടിക്കുന്ന ഒരവസ്ഥയാണ്. അതൊന്നും ഇനിയും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, അത് ഞാൻ പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ദിലീപിന്റെ അറസ്റ്റിന് മുമ്പും ദിലീപിന്റെ അറസ്റ്റിന് ശേഷവും, അതിനുശേഷമാണല്ലോ ഈ ഹേമ കമ്മിറ്റിയോ ഒക്കെ വന്നത്. ഇപ്പം ഗവൺമെന്റ് കോൺക്ലേവ് വിളിച്ചു കൂട്ടാനും നിയമം ഉണ്ടാക്കാനും ഒക്കെ പോണത് അതിന്റെ ഭാഗമാണല്ലോ. അത് അറിഞ്ഞോ അറിയാതെയൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതാണല്ലോ. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് കുറച്ചുകൂടി നീതിപൂർവമായിട്ട് കാര്യങ്ങളൊക്കെ പോകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, താങ്ക് യു.